പ്രിയപ്പെട്ടവരെ, നിയമങ്ങൾ കണ്ണടച്ചാൽ മനുഷ്യജീവൻ എന്ത് വിലയാണുള്ളത്? കേരള മനസാക്ഷിയെ ഞെട്ടിച്ച റാഗിങ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തി. ആ വീഡിയോ മുഴുവനും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ മകന്റെ നിലവിളി, കേരളമേ നിന്നോട് കണക്ക് ചോദിക്കാതിരിക്കുമോ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഈ നരാധമന്മാർ നേഴ്സായാൽ ഇവരുടെ അടുത്ത് ചൊല്ലുന്ന രോഗികളുടെ അവസ്ഥ അതികഷ്ടമല്ലേ? ഗൾഫ് നാടുകളിലെ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കിയേ മതിയാവൂ. എങ്കിലേ ഇതിനൊക്കെ ഒരു പരിഹാരമാവൂ. ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ? ഇവിടെ ഇതാ പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായിരുന്ന ശ്രീ ജോർജ് പുല്ലാട്ട് സാറിൻ്റെ ഹൃദയഭേദകമായ വാക്കുകൾ കേരളമേ നീ കേൾക്കുക. മോനെ മോളെ, നിനക്കൊരു അനിയനോ അനിയത്തിയോ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നീ കൊതിച്ചിട്ടില്ലേ? അതിനായി പ്രാർത്ഥിച്ചിട്ടില്ലേ? മോനെ മോളെ, നിന്റെ അനിയനെ അനിയത്തിയെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്നൊക്കെ മാതാപിതാക്കൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? കൂടെ പിറപ്പില്ലെങ്കിലും ഇളയവരെ അനിയനും അനിയത്തിയുമായി കാണണം എന്ന് നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ലേ? നീ പഠിക്കുന്ന കോളേജിൽ നിന്റെ അനിയനോ അനിയത്തിയോ ജൂനിയറായി എത്തുമ്പോൾ നീ അവരെ റാഗ് ചെയ്യില്ല എന്ന് മാത്രമല്ല, അവരുടെ ഏറ്റവും നല്ല കാവൽക്കാർ ആയിരിക്കണം. അതുപോലെ ജൂനിയറായി വരുന്ന സകലരെയും നിങ്ങൾ അനിയനും അനിയത്തിയുമായി കാണണം. ഇങ്ങനെയൊക്കെ കുടുംബങ്ങളിൽ പഠിപ്പിക്കേണ്ടേ? ഞങ്ങളുടെ മകൻ ജീവൻ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ റാഗിങ്ങിന് വിധേയനായ വിവരമറിഞ്ഞ് ഞാൻ അർദ്ധരാത്രി എറണാകുളത്ത് നിന്ന് പാലക്കാട് പോയി അവനെ കൊണ്ടുവന്നു. 2 ആഴ്ചത്തെ ചികിത്സ കഴിഞ്ഞ് അവനെ തിരിച്ചു കൊണ്ടുപോയി പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. ഹോസ്റ്റലിൽ പോലീസ് രാത്രികളിൽ പെട്രോളിംഗ് നടത്തി. അടുത്തയാഴ്ച അവിടുത്തെ PTA മീറ്റിംഗിൽ ഞാൻ പറഞ്ഞ പ്രസംഗത്തിൽ ഏതാനും വാക്കുകളാണ് തുടക്കത്തിൽ കുറിച്ചതും. പിറ്റേ വർഷം ഞാൻ ജീവനോട് പറഞ്ഞു, നീ പരീക്ഷയിൽ എത്ര മാർക്ക് നേടി എന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമല്ലടാ. പക്ഷെ റാഗിങ് പോലുള്ള ഏതെങ്കിലും കുറ്റങ്ങളിൽ നീ പിടിക്കപ്പെട്ടാൽ പിന്നെ നീ ഈ വീട്ടിലേക്ക് വരേണ്ടതില്ല എന്ന്. ആരെ റാഗ് ചെയ്യരുത് എന്ന് മാത്രമല്ല, റാഗിങ് ഇല്ലാതാക്കാൻ നീ നേതൃത്വം എടുത്തു കൂട്ടുകാരെ സംഘടിപ്പിക്കണം. അങ്ങനെയൊന്നും അവനോട് പറയേണ്ട കാര്യമില്ലാഞ്ഞിട്ടും ഞാൻ എൻ്റെ വീക്ഷണം പറഞ്ഞതാണ്. പിന്നീടുള്ള 3 വർഷങ്ങളിൽ അവിടെ റാഗിങ് ഉണ്ടായില്ല. മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത മലയാളികളുടെ ഒരു മഹാഭൂരിപക്ഷത്തിന്റെ നെഞ്ചിലൂടെ കുറച്ചു കാലമായി വിങ്ങലിന്റെയും നീറ്റലിന്റെയും ഇടിവാൾ പാഞ്ഞു കയറുന്നു. രോക്ഷവും സങ്കടവും നിരാശയും നിസ്സഹായതയും നമ്മെ വരിഞ്ഞു മുറുക്കി പൊള്ളിക്കുന്നു. തേളും പാമ്പ് ഹൃദയത്തിൽ വിഷം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളർന്നു വരുന്ന പേ പിടിച്ച ഒരു തലമുറയാണ് അപായകരമായി തീയും വിഷവും നിറയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാം തികഞ്ഞവരാണ് മുതിർന്നവരെന്ന് എനിക്കൊട്ടും അഭിപ്രായമില്ല. മുതിർന്നവരാണ് യുവതലമുറയുടെ മാതൃകയെന്നും ഇളം തലമുറ വഴിതെറ്റുന്നതിന്റെ പ്രധാന കാരണക്കാർ അവരാണെന്നും ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അടുത്ത കാലത്തെ കുറെ കേസുകളിലെ കുട്ടിപ്രതികൾ ചെയ്തു കൂട്ടിയതൊക്കെ കാണുമ്പോൾ പേടിയാകുന്നു, ശരിക്കും പേടിയാകുന്നു. എല്ലാവർക്കും എല്ലാം അറിയുന്നത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാലും ഒന്നേർത്തെടുക്കുവാൻ വേണ്ടി ഏതാനും സൂചനകൾ നോക്കാം. 130 പേരുടെ സാന്നിധ്യത്തിൽ 10-20 പേർ ചേർന്ന് ഒരു മിടുക്കൻ ചെക്കനെ പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും അതിക്രൂരമായി മർദ്ദിച്ചും കൊന്നു കെട്ടിത്തൂക്കുന്നു. 14 വയസ്സുകാരൻ 29 വയസ്സുകാരനെ കുത്തി കൊല്ലുന്നു. 8ാം ക്ലാസ്സുകാരിൽ നിന്ന് ഗർഭം ധരിച്ച 9ാം ക്ലാസ്സുകാരി പ്രസവിക്കുന്നു. 15 വയസ്സുകാരൻ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു. കാമുകിനെ വിഷം കൊടുത്ത് കൊല്ലുന്നു. ലഹരി മരുന്നുമായി പെൺകുട്ടിയടക്കം കുറെ വിദ്യാർത്ഥികൾ പിടിയിലാകുന്നു. നടുറോഡിൽ പോലീസിനെ തെറിവിളിച്ചും വെല്ലുവിളിച്ച് യുവതി അഴിഞ്ഞാടുന്നു. 11ാം ക്ലാസ്സുകാരൻ പ്രിൻസിപ്പളിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. 28 വയസ്സുള്ള മകൻ 70കാരനായ അച്ഛനെ വെട്ടിക്കൊല്ലുന്നു. മകന് കൊടുക്കാനുള്ള കറി ഉണ്ടാക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് കത്തി തട്ടിപ്പറിച്ച് മകൻ ആ അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നു. അമ്മ ഫോൺ കൊടുത്തില്ല എന്നതിനാൽ മകൾ 15ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ കുട്ടികൾ ഒരു പയ്യനെ കക്കൂസ് തർക്കിച്ച് മർദ്ദിക്കുന്നു. പയ്യൻ 26ാം നിലയിൽ നിന്ന് ചാടി മരിക്കുന്നു. പോരെ, തല മരയ്ക്കുന്നില്ലേ? നെഞ്ച് കനക്കുന്നില്ലേ? ഇത് വായിക്കുവാൻ നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടോ അതിലേറെ നൊമ്പരത്തോടെയാണ് ഞാൻ ഈ അക്ഷരങ്ങൾ പെറുക്കി വെക്കുന്നത്. എന്ന് ടൈപ്പ് ചെയ്യുന്ന വാക്കുകൾ പോലും പലവട്ടം തെറ്റിപ്പോവുകയാണ് പ്രിയമുള്ളവരെ. പിന്നെയും തിരുത്തുന്നു, എന്നാലും എഴുതാതെ വയ്യ. ഇതൊക്കെ എഴുതാൻ വലിയ വിഷമമാണ്. കഴുത്തറക്കപ്പെട്ട ഇറച്ചിക്കോഴിയെ പോലെ പേര് കുറിക്കാൻ പറ്റാത്തൊരു വേദന നെഞ്ചിൽ കിടന്ന് ചാടി തുള്ളുകയാണ്. വല്ലാത്തൊരു നൊമ്പരം ഉള്ളിൽ താണ്ഡവമാടുന്നു. കൈയും മനസ്സും ഉരുകുന്നു. എന്നാലും 4 വാക്ക് കുറിക്കാതെ വയ്യ. യുവതലമുറയെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ ഇത്തരം ഡസൻ കണക്കിന് കുറ്റങ്ങൾ അനുദിനം നടക്കുമ്പോൾ യുവതലമുറയെ പറ്റി അഭിമാനിക്കുവാൻ തോന്നുന്നില്ല. ഇത് നമ്മുടെ നാടാണോ? ഇതാണോ നമ്മുടെ മധുര മനോഹര മനോജ്ഞ മലയാള നാട്?
കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ വാർത്തകൾ കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ നിറയുമ്പോൾ അതിനൊപ്പം വരുന്ന ആയിരക്കണക്കിന് കമന്റുകൾ, അനുഗ്രഹ വചനങ്ങൾ ഈ നരാധമന്മാരും അവരുടെ തന്തതള്ളമാരും ശേഖരിച്ചു വെച്ച് ആവർത്തിച്ച് വായിക്കണം. നാളെ രോഗികളെ പരിചരിക്കുവാൻ പരിശീലിക്കുന്നവരാണ് നരഭോജികളുടെ കാലത്ത് പോലും കാണാത്ത കിരാതത്വം കാണിച്ച് അർമാദിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നാം ചുമ്മാ ഞെട്ടിയാൽ പോരാ. എളിയവരും ഇളയവരും നിസ്സഹായവരും ദുർബലരുമായവരെ വേദനിപ്പിച്ച് രസിക്കുന്നവർ ഈ സമൂഹത്തിന് കൊടിയ ഭീഷണിയാണ്. കുഞ്ഞനുജന്റെ പ്രായമുള്ള ഒരു പയ്യന്റെ കൈകാലുകൾ കട്ടിലിൽ ചേർത്ത് കെട്ടിയിട്ട് ദേഹമാസകല കുത്തിക്കീറുന്നതിന്റെ വേദനയിൽ അവൻ പുളഞ്ഞു നിലവിളിക്കുമ്പോൾ പോലും അട്ടഹസിച്ച് തുള്ളിച്ചാടിയും വീഡിയോ എടുത്ത് മദ്യപിച്ച് ഉന്മാദം കൊള്ളുന്ന ഇവമാർ നാളെ വേദനയെടുത്ത് പുളയുന്ന രോഗികളെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ കൈകാര്യം ചെയ്യുക? ഇവർ ചെയ്തൊരു കാര്യോപകാരപ്പെട്ടു, എല്ലാം വീഡിയോയിൽ എടുത്തു വെച്ചല്ലോ, ചുമ്മാ ഒന്ന് തോണ്ടിയതേയുള്ളൂ എന്നൊന്നും ഇനി പറയില്ലല്ലോ. തലയിൽ ചുണ്ണാമ്പ് പോലും ഇല്ലാത്തവന്മാരാണ് ഇവർ എന്നതിന്റെ തെളിവ് കൂടിയല്ലേ ഇത്. ലോകമെമ്പാട് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സത്യപ്രതിജ്ഞ ഇതാണ്: ഞാൻ ഏറ്റെടുക്കുന്ന കടമകളെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവോടെ വംശം, മതം, നിറം, രാഷ്ട്രീയം അല്ലെങ്കിൽ സാമൂഹിക പദവി എന്നിവ പരിഗണിക്കാതെ എൻ്റെ എല്ലാ കഴിവുകളും ധാരണകളും ഉപയോഗിച്ച് രോഗികളെ പരിചരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ജീവൻ സംരക്ഷിക്കുന്നതിനും കഷ്ടപ്പാട് ലഘൂകരിക്കപ്പെടുന്നതിനും ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാ ശ്രമവും നടത്തും. എൻ്റെ പരിചരണത്തിലുള്ള രോഗികളുടെ അന്തസ്സിനെയും മതവിശ്വാസങ്ങളെയും ഞാൻ എല്ലായ്പ്പോഴും ബഹുമാനിക്കും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ സ്വകാര്യ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കും. ജീവനോ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തിയിൽ നിന്നും വിട്ടുനിൽക്കും. എൻ്റെ പ്രൊഫഷണൽ അറിവും വൈദഗ്ധ്യം ഉയർന്ന തലത്തിൽ നിലനിർത്താൻ ഞാൻ ശ്രമിക്കും. കൂടാതെ ആരോഗ്യ സംഘത്തിലെ എല്ലാ അംഗങ്ങൾക്കും വിശ്വസ്തത, പിന്തുണയും സഹകരണവും ഞാൻ നൽകുമെന്ന്. എന്തു നല്ല വാക്കുകൾ, വാഗ്ദാനങ്ങൾ! ഇതുറക്കെ ചൊല്ലി പഠിച്ചു തുടങ്ങിയവരാണ് ഈ കാട്ടാളത്തം കാണിച്ചത്. ഇരയെ കടിച്ചു കൊന്നു തിന്നുന്ന മൃഗങ്ങൾ പോലും ഇരയുടെ വേദനയിൽ പുളകം കൊള്ളുന്നില്ല. വിശപ്പടക്കാൻ ഭക്ഷിക്കുന്നു എന്നേ ഉള്ളൂ. ഇരയോട് കരുണ കാട്ടുന്ന മൃഗങ്ങൾ പോലും ഉണ്ട്. മാൻകുട്ടിയെ കയ്യിൽ കിട്ടിയിട്ട് കടിച്ചു കൊല്ലാതെ മറ്റു മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന പുലിയെ നാം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവന്മാർ ഏത് വർഗത്തിൽപ്പെട്ടവരായിരിക്കും? ഒന്നുറപ്പാണ്, മനുഷ്യഗണത്തിൽപ്പെട്ടവരല്ല. ഈ തലമുറ ഇങ്ങനെയാകുന്നതിന് ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ്. കരുണ, അനുകമ്പ, സഹാനുഭൂതി തുടങ്ങിയ മാനുഷിക മൂല്യങ്ങളുടെ കൊച്ചു പാഠങ്ങൾ പോലും ഇവർക്ക് കുടുംബത്തിൽ കിട്ടിയിട്ടില്ല എന്നർത്ഥം. സാമുവൽ ജോൺസൺ, രാഹുൽ രാജ്, ജീവ, റിജിൽജിത്ത്, വിവേക്, ഈ അവിവേകിക്ക് ആരാണ് പേരിട്ടത് പ്രിയമുള്ളവരെ എന്നീ പ്രതികളുടെ മാതാപിതാക്കളെ, നിങ്ങളെ ഓർത്ത് ഈ നാട് ലജ്ജിക്കുന്നിപ്പോൾ. നിങ്ങളുടെ മേൽ വീഴുന്ന ലക്ഷക്കണക്കിന് ശാപവാക്കുകൾ കണ്ടാൽ നിങ്ങൾ ഉരുകിത്തീരും. ഈ സന്തതികളുടെ മേൽ വീണ തെറികളും ശാപവാക്കളും കണ്ടാൽ നീ ജനിക്കാതിരുന്നെങ്കിൽ നിനക്ക് നന്നായിരുന്നു എന്ന് യൂദാസിനെ പറ്റി യേശു പറഞ്ഞത് വിശുദ്ധ മത്തായി 26-24 നിങ്ങളും ആവർത്തിക്കും. ഇവരെ അങ്ങനെ അഴിഞ്ഞാടാൻ അനുവദിച്ച കോളേജ് അധികൃതർ ഇവിടെ കുറ്റക്കാരാണ്. അവരും കുറ്റക്കാരനെന്നല്ല, അവരാണ് പ്രധാന കുറ്റക്കാർ. കാരണം റാഗിങ് ശിക്ഷാർഹമായ കുറ്റമാണെന്നും റാഗിങ് നടക്കാതിരിക്കാൻ എന്തൊക്കെ നടപടിയെടുക്കണമെന്നും അറിഞ്ഞിരിക്കേണ്ടവരാണവർ. As per the Supreme Court directive, the primary responsibility of preventing ragging rests with the educational institution itself. എന്താണ് റാഗിങ്? ഇത് സംബന്ധിച്ച നിയമാവലി വളരെ ദീർഘമാണ്. മറ്റുള്ളവരെ ശാരീരികമോ മാനസികമായി വേദനിപ്പിക്കുക, അവഹേളിക്കുക, അപമാനിക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. റാഗിങ്ങിന്റെ പേരിൽ എത്ര കൊലപാതകങ്ങൾ പോലും ഈ നാട്ടിൽ നടന്നു. എന്നിട്ടും ഇത് പൂർണ്ണമായി തടയാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ കുറ്റക്കാരാണ്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ സുലേഖ പറയുന്നു, ഇവിടെ ആരും പരാതി പറഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. സുലേഖയെ, അത് തന്നെയാണ് നിങ്ങളുടെ തെറ്റ്. നിങ്ങൾ അറിയേണ്ടതും ഉത്തരവാദിത്തം എടുക്കേണ്ടതുമായ കാര്യങ്ങൾ നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ്, കുറ്റമാണ്. എന്നിട്ടാണോ നീ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് നാണമില്ലാതെ പ്രസ്താവിക്കുന്നത്? റാഗി നടന്നോ എന്നറിയലല്ല നിന്റെ ജോലി, റാഗി നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തലാണ്. കാരണം നീ തന്നെയാണ് ഹോസ്റ്റൽ വാർഡനും. എറണാകുളത്ത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ എല്ലാ വർഷവും ആദ്യ ക്ലാസ് ദിവസം പ്രിൻസിപ്പൽ ഓരോ ബാച്ചിനോടും പറയും, ഈ കോളേജിൽ റാഗിങ്ങും രാഷ്ട്രീയവും ഇല്ല എന്ന്. ആരെങ്കിലും റാഗ് ചെയ്താൽ അത് അവന്റെ അവസാനത്തെ റാഗിങ് ആയിരിക്കും. മേലിൽ ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടാത്ത വിധം നടപടിയും ഉണ്ടാകും. പഠനം എന്നേക്കുമായി മുടങ്ങും, ജീവിതം തകരും. രാഷ്ട്രീയം കളിക്കാഞ്ഞിട്ട് അവിടെ ഒരുത്തനും തലവെരുക്കുന്നില്ല. റാഗ് ചെയ്യാൻ ഇരയെ കിട്ടാത്തതുകൊണ്ട് കൈകൾക്ക് കഴപ്പ് കയറുന്നില്ല. അങ്ങനെയൊക്കെ പറയാൻ വലിയ ചങ്കുറപ്പൊന്നും വേണ്ട. ആരുടെയും അടിമയാകാതിരുന്നാൽ മതി, നിയമം നടത്താൻ അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ അധ്യാപകനായിരുന്ന കാലത്തും ഇന്നും എന്നും കുട്ടികളോട് പറയുന്നത് ഒരു ചെറിയ കാര്യമേ ഉള്ളൂ: നിങ്ങൾ നാടിന് വലിയ അഭിമാനം താരങ്ങളാകണമെന്നില്ല,
പഠിച്ച് മഹാന്മാരും പ്രശസ്തരും മിടുക്കരുമൊക്കെ ആയാൽ നല്ലത്. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. നിങ്ങൾ നാടിന് കുറഞ്ഞ പക്ഷം വീട്ടുകാർക്കെങ്കിലും സന്തോഷിക്കാൻ പറ്റുന്ന നന്മ നിറഞ്ഞ മനുഷ്യരാവണം. അതില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. വാലന്റൈൻസ് ദിനത്തിൽ തുടക്കമിട്ട സിദ്ധാർത്ഥിന്റെ ദുരന്തത്തിൽ നിന്ന് വാർഷികം മനസ്സിനെ നീറ്റുന്ന സിദ്ധാർത്ഥിന്റെ ഓർമ്മയിൽ ഈ കുറിപ്പ് ഞാൻ സമർപ്പിക്കുന്നു.